എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കാത്തിരുന്ന ഒരു ട്രെയിലറാണ് കേട്ടോ. എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ കാത്തിരുന്ന ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ബബ്ബപ്പ. ദിലീപിൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ വന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു അതെങ്ങനെയാണെന്ന് അറിയാനായിട്ട്. അതിൽ എനിക്ക് അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച മറ്റൊന്നല്ല കേട്ടോ. ഈ കാണുന്ന ലാലേട്ടൻ, നമ്മുടെ ലാലേട്ടൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതാണ് കേട്ടോ എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കിയാലോ? നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ ഹീസ് ബാക്ക് രണ്ടും കൽപ്പിച്ചല്ലേ ഈ ഒരു ട്രെയിലർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഈ സിനിമയിൽ, ഈ ഒരു ട്രെയിലറിൽ പല ഡയലോഗ്സ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ സിറ്റുവേഷനെ എന്ന് വെച്ച് നോക്കുമ്പോൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇപ്പോഴത്തെ സിറ്റുവേഷന് പറ്റിയ അതേ ട്രെയിലറാണ്. ഇത് തമിഴിലൊക്കെയുള്ള ഈ വണ്ടി ഉണ്ടോ? ഈ വണ്ടി ഏതായത് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു CID മൂസയില്ലേ, CID മൂസയല്ല, ഇതേ കാറായിരുന്നു കേട്ടോ, ഇതേ വണ്ടിയായിരുന്നു. അതും കൊണ്ടുവന്നിട്ടുണ്ട്. ഒറിജിനൽ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി ഒറിജിനൽ. ഇത് മീശമാധവനിലെ സലീം കുമാർ നമ്മുടെ മുകുന്ദൻ ഉണ്ണിയായിട്ടാണല്ലോ വരുന്നത്. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയായിട്ട് ദിലീപിനെ രക്ഷിക്കാനായിട്ടൊക്കെ അവസാനം വരുന്നത്. അതേപോലെ തന്നെ പല സിനിമയിലും അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിയായിട്ടാണ് സലീം കുമാർ വരാറ്. എപ്പോഴും അഡ്വക്കേറ്റ് ആയിട്ട് ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകുന്ദൻ ഉണ്ണി എന്നായിരിക്കും ആളുടെ പേര്. അതേപോലെ തന്നെയാണ് വി ശ്രീനിവാസനും ഒരു സിനിമയിൽ മുകുന്ദൻ ഉണ്ണി ആയിട്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് പറയുമ്പോൾ ഒറിജിനൽ എന്ന് പറയുന്നത് സലീം കുമാർ പറയുകയാണ്, ഞാനാണ് ഒറിജിനൽ എന്ന്. വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. ആ സോഡോട്ടിക്കലുണ്ട് കേട്ടോ. സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ശരിയാണല്ലോ ഹൈലൈറ്റ്. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ചായയൊക്കെ എടുത്ത് പോക്കറ്റിൽ ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കാത്തിരുന്ന കംബാക്ക് മൂമെന്റ്. 8-9 വർഷമായി കാത്തിരുന്ന കംബാക്ക് മൂമെന്റ്. ജനപ്രിയ നായകൻ അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ കാണു മക്കളെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. കാണും മുണ്ടുപോക്കിയുള്ള അടിക്കണ്ടോ നമ്മുടെ ലാലേട്ടന്റെ. ഡാൻസ് ഉണ്ട് രണ്ടാളും കൂടി. ധാരാളം ലാലേട്ടൻ നമ്മോട് ചോദിച്ചേക്കാം, മതി ധാരാളം. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഇതിൽ പല ഡയലോഗ്സും ഇപ്പോഴത്തെ സിറ്റുവേഷനെ റിലേറ്റ് ചെയ്തിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ. പക്ഷേ ഈ സിനിമാ ലോകം ദിലീപിൻ്റെ ഒരു കംബാക്ക് കാത്തിരുന്ന പോലെ എനിക്ക് തോന്നി. ദിലീപിനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ഒരു കേസിൻ്റെ വിധി വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നു, ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു, അതിഷ്ടപ്പെടാതെ പലരും രാജിവെക്കുന്നു. അങ്ങനെ ദിലീപ് തിരിച്ചു വരണമെന്ന് സിനിമാ ലോകം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലതൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ക്രൈം നടന്നതിന് ശേഷം, ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം പലപ്പോഴും ദിലീപിൻ്റെ സിനിമ കാണാൻ പലർക്കും അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും
ആ ഒരു കലാകാരനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഒരു ആള് കോടതി വിധിച്ചു കഴിഞ്ഞു ആള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. തെളിവുകൾ നശിപ്പിച്ചതാവാം, പണത്തിന്റെ പുറത്താക്കാം, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതൊക്കെ ആ വഴിക്ക് നടക്കട്ടെ. കലാകാരൻ എന്ന് പറയുന്ന വ്യക്തി അതിപ്പോൾ ആരാണെങ്കിലും ആ കലയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടേ നമ്മൾ മലയാളികൾക്ക് ശീലമുള്ളൂ. എന്തായാലും ബബ്ബ ഞാൻ പോയി കാണും, എന്നിട്ട് അതെന്താണെന്നുള്ളത് പറയുകയും ചെയ്യും. ട്രെയിലർ കിടിലായിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്കിത് കാണാനുള്ള കൂടുതൽ ക്യൂരിയോസിറ്റി. ലാലേട്ടൻ്റെ ഡാൻസ് ഉണ്ട്, അവർ രണ്ടാളും കൂടെ ഒരുമിച്ച് വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്ന സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള റോള് ലാലേട്ടനും കൂടി ഉണ്ടാകും. അല്ലാണ്ട് ഗസ്റ്റായിട്ട് വരാമെന്ന് പോകാനുള്ള സാധ്യതയില്ല. എന്തായാലും ദിലീപും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു കോംബോ ഈ ഒരു സിനിമയിൽ കിടിലോട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ കിടിലോട്ട് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 18-ാം തീയതി അല്ലേ, വ്യാഴാഴ്ച, 18-ാം തീയതിയാണെന്ന് തോന്നുന്നു റിലീസ്. അപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കിട്ടുമോ നോക്കാം. എന്തായാലും നമുക്ക് ആ സിനിമ കാത്തിരുന്ന് കാണാം, എല്ലാം കാത്തിരുന്ന് കാണാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും